Hi friends, this is Pradapji and ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചാർജിങ് ടൈം. നമ്മുടെ Redmi Note 7 Proയുടെ ചാർജിങ് ടൈം എത്ര നേരം കൊണ്ടാണ് ഈ ഫോൺ ചാർജ് ആവുന്നത് എന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഗെയിമിംഗ്, PUBG പോലൊരു ഗെയിം ഈ ഒരു സിസ്റ്റം എത്ര നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള കാര്യവും നമ്മൾ ഈ വീഡിയോയിൽ തന്നെ നോക്കുകയാണ്. ചാർജിങ്ങിന് വെച്ചിരിക്കുകയാണ് 0% ആണ് ടൈം, 5:45 ആണ്, 34 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്, 5:55 5:55 10 മിനിറ്റ് കൊണ്ട് 7% ആണ് ബാറ്ററി ചാർജ് ആയിരിക്കുന്നത്. ആ 7% വന്നാൽ നമുക്കതിൻ്റെ ബാറ്ററി ടെമ്പറേച്ചറിൻ്റെ ലെവൽ എന്ന് നോക്കിക്കഴിഞ്ഞാൽ 38 ഡിഗ്രി എന്ന് കാണാം. ബാറ്ററി ടെമ്പറേച്ചറിൻ്റെ ലെവൽ ഇപ്പോൾ ഒരു 40 ഡിഗ്രി എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ഇപ്പോൾ ഹീറ്റിംഗ് എത്തിയിട്ടുണ്ടാവും. നോർമൽ മറ്റേ മെഷീൻ വെച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ലെവലിലേക്ക് എത്തും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെമ്പറേച്ചർ നിൽക്കുന്നത്. ഇനി നമുക്ക് 50%, അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് 7% ആണ്. ഒരു 50% ആവാൻ എത്ര മണിക്കൂർ എടുത്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ 6:43, അതായത് നമ്മൾ തുടങ്ങിയത് 5:45 അപ്പോൾ 6:43 45 തന്നെ കൂടിക്കോളൂ. അപ്പോൾ 6:45 1 മണിക്കൂർ കൊണ്ട് 50% ചാർജ് ആവുന്നുണ്ട് നമ്മുടെ Redmi Note 7 Pro അതിലെ സ്റ്റോക്ക് ചാർജർ കൊണ്ട് ചാർജ് ചെയ്യുമ്പോൾ. അപ്പോൾ ചാർജിങ് ടൈം 1 മണിക്കൂറാണ് 50% ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് 100% ഫൈനലിൽ ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ എത്ര നേരം വേണമെന്ന് ചെക്ക് ചെയ്യാം. 99% ആയിരിക്കാണ്. 8 മണി കഴിഞ്ഞ് 7 മിനിറ്റായി. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 മണിക്കൂർ 20 മിനിറ്റോളം ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കപ്പോൾ തോന്നുന്നു ഒരു 25 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് 100 ആവുന്നതാണ് തോന്നുന്നത്. 100 ആയിരിക്കുകയാണ്. 8:10 ശരിക്കും ഒരു 2 മണിക്കൂർ 25 മിനിറ്റ് കൊണ്ട് 0-ൽ നിന്നും 100% ആവുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ഗെയിമിങ്ങിലേക്ക് വരാം. HD ഹൈ ഗ്രാഫിക്സ് സെറ്റിങ്സിലാണ് നമ്മൾ ഗെയിം കളിക്കാൻ പോകുന്നത്. കളർഫുൾ എന്നൊരു ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. കളർഫുള്ളും റിയലിസ്റ്റിക്കിലും ഒക്കെ ഞാൻ കളിച്ച് നോക്കുകയാണ്, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ തുടങ്ങുമ്പോൾ 10:12 ആണ് ടൈം. ബാറ്ററി ടെമ്പറേച്ചർ 31 ആണ്. ബാറ്ററി ലെവൽ 100% ആണ്. ഇവിടെ നമ്മൾ കളി ആരംഭിക്കുകയാണ്. ഫ്രെയിം ഡ്രോപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കുറേ കളിച്ച് നോക്കിയതാണ്, കാരണം ഹീറ്റിങ്ങും മറ്റും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കളിച്ച് നോക്കി. സംഭവം നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് കുറച്ച് നേരം ഒന്ന് കളി കാണും, എങ്ങനെയുണ്ട് ഫ്രെയിം ഡ്രോപ്പൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് കണ്ട് മനസ്സിലാക്കാം. എന്തായാലും നമുക്കിവിടെ ഫ്രെയിം ഡ്രോപ്സും കാര്യങ്ങളൊന്നും കാണുന്നില്ല. വളരെ നല്ല നൈസായിട്ട് തന്നെ ഗെയിം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു ഗെയിം കാണുമ്പോൾ, ഈ HD ഹൈ ഗ്രാഫിക്സ് സെറ്റിങ്സിൽ ഈ ഗെയിം നമ്മൾ കാണുമ്പോൾ എങ്ങനെയുണ്ട്? വല്ല ഇഷ്യൂസ് ഉണ്ടോ ഗെയിമിൽ? എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ എന്നെക്കാൾ കൂടുതൽ വ്യക്തമായിട്ട് ഇതിൻ്റെ ഫ്രെയിം ഡ്രോപ്പും കാര്യങ്ങളും എന്തെങ്കിലും ലാഗൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് കമൻറ്റ് വഴി ഷെയർ ചെയ്യാം. അതായത് എന്നെ സംബന്ധിച്ച് വളരെ നൈസായിട്ട് വർക്ക് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. കുറച്ചും കൂടി മുമ്പോട്ട് പോകാം, എന്നിട്ട് നമുക്കിത് റിയലിസ്റ്റിക് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റാം.
ഓക്കെ, എന്തായാലും HD ഹൈ ഗ്രാഫിക്സ് സെറ്റിങ്സിൽ യാതൊരു ഇഷ്യൂസും ഇല്ലാതെ ഫൈനായിട്ട് നമ്മൾ ഇത്ര നേരം കളിച്ചു. ഇനി നമുക്ക് ഈ സംഭവം റിയലിസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വ്യത്യാസം ഉണ്ടാവാമെന്ന് അറിയില്ല. എന്തായാലും ആ ഒരു മോഡും കൂടി ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ വില വ്യത്യാസം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ കഴിയും. എന്നാലും ഈ ഒരു മൊത്തം ഗെയിമിലും നമുക്ക് യാതൊരു ഇഷ്യൂസും എന്നെ സംബന്ധിച്ച് ഫീൽ ചെയ്യാൻ കഴിഞ്ഞില്ല. സ്നാപ്ഡ്രാഗൺ 675 ആണെങ്കിലും നല്ല പവറുള്ളൊരു പ്രൊസസ്സർ തന്നെയാണ്. അതിൻ്റേതായ എല്ലാ പവറും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, നമുക്ക് ഇതിനകത്ത് കളിക്കുമ്പോഴേ നമ്മുടെ എനിമീസ് ഒന്നും എവിടെയാണെന്നുള്ളത് കണ്ടെത്താൻ പറ്റുന്നില്ല. ആകെ ഇപ്പോൾ നമ്മൾ ഇത്ര നേരം ഇവിടെ കളിച്ചിട്ട് ഒരു 6 കില്ലാണ് നമ്മൾ ആകെ ചെയ്തിട്ടുള്ളത്. 28 പേരെ ബാക്കിയുള്ളവരൊക്കെ എന്താ കാണാൻ പറ്റാതെ, എങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രിക്ക്? അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് വഴി ഒന്ന് ഷെയർ ചെയ്തേക്കണം. എങ്ങനെയാണ് കൂടുതൽ എനിമീസ് ഉള്ള ലൊക്കേഷനിലേക്ക് എത്തുക? അതുകൊണ്ട് ജയിക്കുന്നത് എങ്ങനെയാണെന്നല്ല ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അങ്ങനെയൊക്കെ കളിക്കാൻ പറ്റുക? കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാണുന്നവർക്ക്, അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊക്കെ എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കെന്തായാലും HD ഹൈ ഗ്രാഫിക്സ് സെറ്റിങ്സിൻ്റെ കളി അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞാൽ അവരെന്നെ അവസാനിപ്പിച്ചു, അതുകൊണ്ട് കളി അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് റിയലിസ്റ്റിക് എന്ന് പറയുന്ന ആ ഒരു സെറ്റിങ്സിലേക്ക് മാറിയിട്ട് ഒന്നുകൂടി കളിച്ച് നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ബാറ്ററി ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കണം. ഇപ്പോൾ നമുക്കിവിടെ കാണാം മണി 11:52 ബാറ്ററി 42 ഡിഗ്രി. അപ്പോൾ ഒരു 10%, ഒരു 10 ഡിഗ്രി കൂടിയിരിക്കുകയാണ്. മൊത്തത്തിൽ ബാറ്ററി 71%, 100ൽ നിന്ന് 71%. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഒരു 30% ബാറ്ററി ഒരു 2 മണിക്കൂർ PUBG കളിക്കാൻ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിയലിസ്റ്റിക് എന്ന് പറയുന്ന മോഡിൽ HD ഹൈ ഗ്രാഫിക്സിനകത്ത് റിയലിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കണ്ടു. ആ ഒരു സംഗതിയിലെ ഗെയിമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരത്തെ നമ്മൾ കണ്ട 42 ഡിഗ്രിയാണ് ഹീറ്റ്, പക്ഷേ ഇപ്പോൾ നമുക്ക് ഹീറ്റ് വീണ്ടും കൂടുതലായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കിത് അവസാനം നമുക്ക് ഹീറ്റിംഗ് ഒന്ന് നോക്കാം. അതിനിടയിൽ ഒരു കാര്യം കൂടി പറയട്ടെ, നമുക്ക് ഈ ഒരു ഗെയിം കളിക്കുമ്പോൾ ഇത് കൂടാതെ വേറെയും കുറേ ഗെയിമുകൾ കളിക്കാൻ വേണ്ടി കൂട്ടുകാർ പറയുന്നുണ്ട്. എല്ലാ വീഡിയോസിലും ഇടയ്ക്കിടയ്ക്ക് പല വീഡിയോസ് പല ഗെയിമിങ്ങിൻ്റെ തന്നെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നാൽ അതൊരു സുഖമില്ലാത്ത പരിപാടിയായിരിക്കും. അതുകൊണ്ട് അതൊക്കെ നമ്മുടെ ഇംഗ്ലീഷിലൊരു ചാനലുണ്ട്, അവിടെ നമ്മൾ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ ഒന്ന് സജസ്റ്റ് ചെയ്തോളൂ ഇന്ന ഗെയിമുകളൊക്കെ വേണമെന്ന്. അപ്പോൾ ആ ഗെയിമുകളൊക്കെ ഇട്ട് ഞാൻ കളിച്ച് അതിൽ അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ അവിടെ മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ എന്തായാലും പിന്നെ സ്ലോ മോഷൻ വീഡിയോ അതൊക്കെ തനിയെ ഒരു വീഡിയോ ചെയ്താലും അത് കാണാൻ ആൾക്കാരുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കമൻറ്റ് കണ്ടു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യണോ അതിൽ വേണമെന്നാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നന്നാവും എന്നുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. ഒരുപാട് സുഹൃത്തുക്കൾ പറയുന്നുണ്ട്, അത് ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും രേഖപ്പെടുത്തുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഫോണിൽ കിട്ടും. എന്നെ സംബന്ധിച്ച് Redmi Note 7 Pro PUBG ഗെയിം കളിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ 4GB തന്നെ എടുത്താലും മതി എന്ന് തോന്നുന്നു. 6GB ഒന്നും ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം 4GBയിൽ നല്ല സ്മൂത്തായിട്ട് ഈ പറഞ്ഞ ഹൈ ഗ്രാഫിക്സ് സെറ്റിങ്സിൽ വരെ ഭംഗിയായിട്ട് റിയലിസ്റ്റിക്കിൽ വളരെ സ്മൂത്തായിട്ട് കളി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഇനി 2000-3000 ഒന്നും കൂടുതൽ കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതല്ല, ഇനി കുറച്ചും കൂടി പവർ വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവർക്കൊക്കെ ആ കമൻറ്റ് നോക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് വഴി രേഖപ്പെടുത്തുക. ഈ ഒരു ഗെയിമിനെ സംബന്ധിച്ച് നമുക്ക് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. വളരെ നൈസായിട്ട് 2 സെറ്റിലും, അതായത് ഹൈ ഗ്രാഫിക്സിലും റിയലിസ്റ്റിക്കിലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റത്തെ ഹീറ്റിംഗ് ഒന്ന് നോക്കിയാൽ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഇപ്പോൾ നിങ്ങളുടെ ടൈം കാണാവുന്നത് 12:47. ബാറ്ററി പെർസെൻറ്റേജ് 60% വീണ്ടും ഒരു 10% കൂടി കുറഞ്ഞിട്ടുണ്ട്. ടെമ്പറേച്ചർ ആണെങ്കിൽ 47. സ്വല്പം ഓവർ ഹീറ്റിംഗ് ആണ് ഇപ്പോൾ കാണുന്നത്. ഗംഭീര ഓവർ ഹീറ്റിംഗ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഹീറ്റിംഗ് മെഷീൻ വെച്ചൊക്കെ ടെസ്റ്റ് ചെയ്ത ഒരു 49 ആ റേഞ്ചിലൊക്കെ ഹീറ്റിംഗ് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നല്ലൊരു ഹീറ്റായ ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ റിയലിസ്റ്റിക്കിലേക്ക് ഗെയിം കളിക്കുക, അല്ലെങ്കിൽ 3 മണിക്കൂർ ഒരുപാട് അങ്ങോട്ട് തുടർച്ചയായിട്ട് കളിക്കുന്ന ഒരു അവസരത്തിലാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ആ ഗെയിമിൽ ഒന്ന് ഇമ്പ്രൂവ് ആവാനുള്ളൊരു ട്രിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. വേറെ സംഭവമൊന്നും വേണ്ട, ഗെയിമിലേക്കൊന്ന് ചെന്നുപെട്ട ആൾക്കാരുടെ ഇടയിൽ നിന്നിട്ടൊന്ന് ഫൈറ്റ് ചെയ്ത് കാണുന്നവർക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഗെയിം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്ക് എന്താണെന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിമിംഗ് റിവ്യൂ. എന്തായാലും PUBG മൊത്തത്തിൽ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ഈ ഫോണിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീണ്ടും വേറെ മറ്റൊരു വീഡിയോ കാണുമ്പോൾ ബൈ.